ഗുഡ് ഈവനിങ് ടു ആൾ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെം ബിസിനസ് മാനേജ്മെൻറ്റിലെ ഹെൻറി ഫയലിൻ്റെ ഒരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് റിപ്പീറ്റായിട്ട് ക്വസ്റ്റ്യൻ വരുന്നതാണ് എസ് ആയിട്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വരുമെന്ന് അറിയില്ല, വന്നില്ല എന്ന് വിചാരിച്ച് എന്നെ പിടിച്ച് കൊട്ടരുത്. ഓക്കെ, ഇനിവേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് റീഡ് ഔട്ട് ചെയ്യാം. ഇതിൽ നമുക്കൊരു 14 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന് മുന്നേ ആയിട്ട് ഫങ്ഷൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ആക്ടിവിറ്റീസിനെ അദ്ദേഹം ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 6 ഡിപ്പാർട്ട്മെൻറ്റ്സ് ആയിട്ട്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കണം. പിന്നെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനും. ഓക്കെ, Henry Fayol. Henry Fayol, a French industrialist, is regarded as the real father of modern management theory. Okay, maybe 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഹു ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി? ആരാണ്? ഹെൻറി ഫയോൾ ആണ് ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്ന് പറയുന്നത്. According to Fayol, all the activities of an industrial concerns can be divided into 6 groups, namely. അതായത് ഒരു ഇൻഡസ്ട്രിയിലെ ആക്ടിവിറ്റീസിനെ ഫയോള് എങ്ങനെ 6 ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ടെക്നിക്കൽ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ദിസ് ആക്ടിവിറ്റീസ് ഡെൽറ്റ് വിത്ത് പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു പ്രൊഡക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സ് ഉണ്ടല്ലോ, അപ്പോൾ അത്തരം പ്രോസസ്സുമായിട്ട് അത്തരം ആക്ടിവിറ്റീസ് ഡീൽ ചെയ്യുന്ന ഇതാണ് എന്ത് പറയുന്നത്, ടെക്നിക്കൽ എന്ന് പറയുന്നത്. ദിസ് ആക്ടിവിറ്റീസ് ഡെൽറ്റ് വിത്ത് ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ. നെക്സ്റ്റ് പറയുന്നതാണ് കൊമേഴ്സ്യൽ. കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ആർ ഡെൽറ്റ് വിത്ത് ബൈയിങ്, സെല്ലിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ്. അതായത് ഗുഡ്സ് മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് ചെയ്യുക, സെയിൽ ചെയ്യുക, അതുപോലെ തന്നെ വാങ്ങിക്കുക. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ളതാണ് എന്ത് പറയുന്നത്, കൊമേഴ്സ്യൽ എന്ന് പറയുന്നത്. പിന്നെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് സെർച്ച് ഫോർ ആൻ ഒപ്റ്റിമം യൂസ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ കയ്യിലുള്ള ക്യാപിറ്റൽ ഉണ്ടല്ലോ, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ അത് മാക്സിമം യൂസ് ചെയ്യുക. അതായത് വേസ്റ്റേജ് കുറച്ചുകൊണ്ട് മാക്സിമം അതിനെ യൂസ് ചെയ്യുക. അതുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ സെക്യൂരിറ്റി. ദിസ് ആക്ടിവിറ്റീസ് വെർ കൺസേൺഡ് വിത്ത് പ്രൊട്ടക്ഷൻ ഓഫ് പ്രോപ്പർട്ടി ആൻഡ് പേഴ്സൺസ്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ പ്രോപ്പർട്ടി, ഒരു ഓർഗനൈസേഷൻ്റെ പ്രോപ്പർട്ടീനെ ആയാലും അതുപോലെ തന്നെ അതിലെ വ്യക്തികളെ ആയാലും എന്ത് ചെയ്യുക, പ്രൊട്ടക്റ്റ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടുള്ള ആക്ടിവിറ്റീസ്, അതാണ് സെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് ആർ കൺസേൺഡ് വിത്ത് സ്റ്റോക്ക് ടേക്കിംഗ്, കോസ്റ്റിംഗ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. ഓക്കെ, അതായത് സ്റ്റോക്ക് ടേക്കിംഗ്, കോസ്റ്റിംഗ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ്. അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റിയാണ് ഇത് അക്കൗണ്ടിങ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ മാനേജീരിയൽ. ദിസ് കൺസിസ്റ്റ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. മാനേജീരിയലിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഇതൊക്കെ: പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ് ആൻഡ് കൺട്രോളിങ്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. ജസ്റ്റ് ആ ഹെഡിങ്, നിങ്ങൾ 6 ഹെഡിങ് പഠിച്ച് വയ്ക്കുക. അതിൻ്റെ ഉള്ളിലുള്ള നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. Fayol's classified the elements of management into 5 and he classified all such elements as the functions of management. അതായത് ഹെൻറി ഫയോളുടെ ഫങ്ഷൻസ് അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാനിങ്, ഓർഗനൈസിങ്, കമാൻഡിങ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിങ്. ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. അതായത് ഒരു വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം തന്നെ അഡ്വാൻസ് ചെയ്ത് ഡിസൈഡ് ചെയ്ത് വെക്കുക. അതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാനിങ്. ഇറ്റ് ഈസ് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കുക എന്ന് കേട്ടിട്ടില്ലേ? അതായത് നമ്മളിപ്പോൾ ഒരു കോൺട്രാക്റ്റ് എടുക്കുമ്പോൾ അത് നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കും. ഓക്കെ, അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ട് ഇത് എന്ത് ചെയ്യുക, ഡിസൈഡ് ചെയ്ത് വെക്കുക, ഇത്ര കാലം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇറ്റ് ഇൻവോൾവ്സ് തോട്ട്സ് ആൻഡ് ഡിസിഷൻസ് റിലേറ്റഡ് ടു എ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇതിലെന്തൊക്കെയാണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? തോട്ട്സ്, അതായത് ചിന്തകളും തീരുമാനങ്ങളും എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യണം. ഓക്കെ, അതാണ് പ്ലാനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് മീൻസ് പ്രൊവൈഡിങ് എവറിത്തിങ് ദാറ്റ് ആർ യൂസ്ഫുൾ ടു എ ബിസിനസ് എൻ്റർപ്രൈസസ് ഫോർ ഇറ്റ്സ് ഓപ്പറേഷൻ, മെൻ, മെറ്റീരിയൽ, മെഷീൻസ് ആൻഡ് മണി. ഓർഗനൈസ് ചെയ്യുക, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള എല്ലാതും നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇതാക്കുക. മെറ്റീരിയൽ, മെഷീൻസ്, മണി, അത് അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അതായത് നമ്മുടെ ഒരു ഓർഗനൈസേഷൻ്റെ നടത്തിപ്പിന് എന്തൊക്കെ ആവശ്യമാണ്? അതായത് മനുഷ്യന്മാർ വേണം, അവിടുത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കേഴ്സ് വേണ്ടി വരും. ഓക്കെ, മെറ്റീരിയൽസ് ആവശ്യമാണ്, മെഷീൻസ് ആവശ്യമാണ്, മണി ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. പിന്നെ കമാൻഡിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മെയിൻറ്റെയിനിങ് ആക്ടിവിറ്റി എമംഗ് പേഴ്സണൽ. ഈ പേഴ്സണൽ എന്ന് പറയുമ്പോൾ അത് എംപ്ലോയീസിനെയാണ് അവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, പറയുന്നത്. അതായത് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് മെയിൻറ്റെയിനിങ് ആക്ടിവിറ്റി എമംഗ് പേഴ്സണൽ, അതായത് എംപ്ലോയീസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആക്ടിവിറ്റീസ്
അതാണ് കമാൻഡിങ്. പിന്നെ കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ചാനലൈസേഷൻ ഓഫ് ഗ്രൂപ്പ്സ് എഫേർട്ട് ടു ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിങ് ദ ഡിസൈഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദി എൻ്റർപ്രൈസസ്. അതായത് ചാനലൈസ് ചെയ്യുക, അതായത് ഗ്രൂപ്പിനെ ചാനലൈസ് ചെയ്യുക എന്തിനു വേണ്ടിയിട്ട്? ടു ദ ഡയറക്ഷൻസ് ഓഫ് അച്ചീവിങ്, അതായത് ഒരു എൻ്റർപ്രൈസസിൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനലൈസ് എ ഗ്രൂപ്പ് ഓഫ് എഫേർട്സ്. അതായത് കോർഡിനേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെയുള്ള, അതായത് പലതരം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ. അവർ പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കും പല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും. അപ്പോൾ ആ എല്ലാ ആക്ടിവിറ്റീസിനെയും കൂടെ അവരെന്ത് ചെയ്യുക? കോർഡിനേറ്റ് ചെയ്യുക, അതായത് ഒരുമിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഗ്രൂപ്പ് എഫേർട്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതിലുള്ള എല്ലാ എഫേർട്സിനെയും അവരെന്ത് ചെയ്യുക? ചാനലൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരുമിപ്പിക്കുക എന്നാണ് മീനിങ് വരുന്നത് കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് കൺട്രോളിങ്. It is to see that everything is being carried out according to the plan which has been adopted, the orders which have been given and the principles which have been laid down. അതായത് ഈ കൺട്രോളിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എന്ത്, പ്ലാനിങ്ങിൻ്റെ കേസിൽ, അതായത് ഡിസൈഡിങ് ഇൻ അഡ്വാൻസ് വാട്ട് ടു ഡു. അതായത് ഒരു 4-5 വർഷം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇപ്പം തന്നെ നമ്മൾ തീരുമാനിച്ച് വെക്കുക. ഓക്കെ, അതാണ് ഈ പ്ലാനിങ്. അപ്പോൾ ഈ പ്ലാനിനനുസരിച്ചിട്ടല്ലേ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ളത് കൺട്രോൾ ചെയ്യുക. അതാണ് ഈ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ടു സീ ദാറ്റ് എവറിത്തിങ് ഈസ് ബീൻ ക്യാരിഡ് ഔട്ട് അക്കോർഡിംഗ് ടു ദ പ്ലാൻ വിച്ച് ഹാസ് ബീൻ അഡോപ്റ്റഡ്. ഓക്കെ, അതാണ് കൺട്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് ആരും കാണാണ്ട് പഠിച്ച് പോകരുത്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആ ഒരു ബ്ലാക്കിലുള്ള ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് മാത്രം കാണാണ്ട് പഠിക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾ നിങ്ങളുടേതായ ലാംഗ്വേജിൽ ഇംഗ്ലീഷിലോ മംഗ്ലീഷിലോ എഴുതരുത് കേട്ടോ, ഇംഗ്ലീഷിൽ തന്നെ എഴുതി വയ്ക്കുക. സോറി. എനിവേ നെക്സ്റ്റ് പറയുന്നതാണ് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 14 പ്രിൻസിപ്പിൾസ് ആണ് ഇതിൽ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. എസ്സേ ഷുവറാണ്. എൻ്റെ ഒരു ഇതിൽ എല്ലാ പ്രാവശ്യവും വരാറുണ്ട്. ഓക്കെ, ഞാൻ എക്സാം എഴുതിയിരുന്ന സമയത്തും ഈ ഒരു ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, പഠിച്ച് വയ്ക്കുക. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്നതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഈ ഒരു ഡിവിഷൻ ഓഫ് വർക്ക് അങ്ങനത്തെ പോയിൻ്റ് ഉണ്ടല്ലോ, അത് മാത്രം നിങ്ങൾ പഠിച്ച് വയ്ക്കുക. എന്നിട്ട് ഈ ഡിവിഷൻ ഓഫ് വർക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. എന്നിട്ട് നിങ്ങളത് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എഴുതും. ഇപ്പോൾ നിങ്ങളിപ്പോൾ സപ്ലൈ എഴുതാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ 3rd സെം എക്സാം വരെ എഴുതി കഴിഞ്ഞു. അതല്ല ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആണെങ്കിൽ 5th സെം എക്സാം വരെ എഴുതി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഈച്ച് പാർട്ട് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ്. അതായത് ഡിവിഷൻ ഓഫ് വർക്ക് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം. അതായത് ഒരു പാലം പണി നടക്കുകയെന്ന് വിചാരിക്കുക. ഒരു പാലം പണി എന്ന് പറയുമ്പോൾ അത് വലിയൊരു പണിയാണ്. കാരണം അതിൽ ഒരുപാട് ആളുകൾ വേണം, ഒരുപാട് ദിവസം വെച്ച് നടക്കുന്ന പണിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ക്യാഷ് ചിലവും ഉണ്ട്, അതായത് പണച്ചെലവും നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാലം പണി നടക്കുമ്പോൾ അതിന് ഒരുപാട് ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതായത് ആദ്യം മെറ്റീരിയൽസ് അറേഞ്ച് ചെയ്യണം, പിന്നെ മെഷീൻസ് അറേഞ്ച് ചെയ്യണം, പിന്നെ അതായത് ആവശ്യത്തിനുള്ള തൊഴിലാളികൾ വരണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ഒരു വലിയൊരു വർക്കിനെ നമ്മൾ ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ വീതിച്ച് കൊടുക്കുക. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് ദ വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഈച്ച് പാർട്ട് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ ടു ഡു ഇറ്റ്. അതായത് അത് മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സണ് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റണം. അതായത് ഒരു അക്കൗണ്ടൻറ്റിനെ എടുത്തിട്ട് നമുക്ക് സിമൻറ്റ് കുഴയ്ക്കാൻ കൊടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഒരു പാലം പണിയാൻ. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ അതായത് ഇപ്പോൾ പാലം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലം പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ വർക്ക് വീതം അങ്ങനെ ഏൽപ്പിച്ച് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ അക്കൗണ്ടൻറ്റ് ഉണ്ടായിരിക്കും, എഞ്ചിനീയർമാരുണ്ടായിരിക്കും, അങ്ങനെ പല പല ആളുകളുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ അക്കൗണ്ടൻറ്റിന് ഒരിക്കലും എഞ്ചിനീയറിൻ്റെ വർക്ക് ചെയ്യാൻ കഴിയില്ല, എഞ്ചിനീയർക്ക് ഒരിക്കലും അക്കൗണ്ടൻറ്റിൻ്റെ വർക്കും ചെയ്യാൻ കഴിയില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോബാണ്. അതായത് ആസ് എ എഞ്ചിനീയർ അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്, അക്കൗണ്ടൻറ്റിന് അവരുടേതായ ഡ്യൂട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടുപേർക്കും അവരുടേതായ ജോലി ഏൽപ്പിച്ചു കൊടുക്കുക. അതാണ് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ സേസ് ദാറ്റ് വർക്ക് ഷുഡ് ബി ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ഈച്ച് പാർട്ട് ഷുഡ് ബി ഇൻസ്ട്രക്റ്റഡ് ടു ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺ. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആസ് എ എഞ്ചിനീയർ അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ടായിരിക്കും, ആസ് എ അക്കൗണ്ടൻറ്റ് അവർക്ക് അവരുടേതായ ഡ്യൂട്ടി ഉണ്ടായിരിക്കും. എഞ്ചിനീയർ ചെയ്യുന്ന പണി ഒരിക്കലും അക്കൗണ്ടൻറ്റിനും, അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന പണി ഒരിക്കലും എഞ്ചിനീയർക്കും ചെയ്യാൻ കഴിയില്ല. ഓക്കെ,
അതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് അറിയാവുന്ന പണി വേണം ഓരോരുത്തർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്, അത് എന്ത് പണിയാണെങ്കിലും. അതാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇനി അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതോറിറ്റി ഈസ് ദ റൈറ്റ് ഓഫ് എ സുപ്പീരിയർ ടു ഗിവ് ഓർഡർ ടു സബോർഡിനേറ്റ്സ് ടേക്ക് ഡിസിഷൻസ്. അതോറിറ്റി എന്ന് പറയുമ്പോൾ സുപ്പീരിയർ കൊടുക്കുകയാണ് ഓർഡർ ആർക്ക്, നമ്മുടെ സബോർഡിനേറ്റിന്, എന്തിന്, ടേക്ക് ഡിസിഷൻസിന് വേണ്ടിയിട്ട്. അതാണ് അതോറിറ്റി. റെസ്പോൺസിബിലിറ്റി ഓൺ അതർ ഹാൻഡ് റിഫേഴ്സ് ടു ദ ഒബ്ലിഗേഷൻ ടു അക്കംപ്ലിഷ് ഒബ്ജക്റ്റീവ്സ് ഓർ ദ ഡ്യൂട്ടി ഹി ഈസ് എക്സ്പെക്റ്റഡ് ടു ദ പെർഫോം ബൈ വിർച്യൂ ഓഫ് ഹിസ് പൊസിഷൻ. ഓക്കെ, അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പിന്നെ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഹി ബിലീവ്സ് ഡിസിപ്ലിൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ ദി സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. അതായത് നമ്മളിപ്പോൾ പറയുന്നത് ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ അല്ല. അപ്പോൾ ഈ ഹി എന്ന് പറയുന്നത് ഫയോളാണ് കേട്ടോ. ഹി ബിലീവ്സ്, ഹി എന്ന് പറഞ്ഞാൽ ഫയോൾ, ഹി ബിലീവ്സ് ഡിസിപ്ലിൻ ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ഫോർ സ്മൂത്ത് റണ്ണിങ് ഓഫ് ബിസിനസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ സ്മൂത്ത് റണ്ണിങ്ങിന് വേണ്ടിയിട്ട് എന്താവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണ്. ഓക്കെ, ഡിസിപ്ലിൻ ഈസ് എസെൻഷ്യൽ നോട്ട് ഓൺലി അറ്റ് ദി വർക്കേഴ്സ് ലെവൽ ബട്ട് ഓൾസോ ഇറ്റ് റിക്വയർസ് അറ്റ് ദി മാനേജ്മെൻറ്റ് ലെവൽ. അതായത് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വർക്കേഴ്സ് ലെവലിൽ മാത്രമല്ല, മാനേജ്മെൻറ്റ് ലെവൽ, അതായത് ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്ന് പറഞ്ഞിട്ട് ഓരോ ലെവൽ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാ ലെവലിലും നമുക്ക് എന്താവശ്യമാണ്, ഡിസിപ്ലിൻ ആവശ്യമാണെന്ന് പറയുന്നത്. ഗുഡ് ഡിസിപ്ലിൻ ഈസ് ദ റിസൾട്ട് ഓഫ് effective leadership and good relation between management and workers regarding the rules and regulation of organization. അതായത് ഒരു ഗുഡ് ഡിസിപ്ലിൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് എഫക്റ്റീവായുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരിക്കും, പിന്നെ മാനേജ്മെൻറ്റും വർക്കേഴ്സും തമ്മിലൊരു ഗുഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. ഇതെല്ലാ പോയിൻറ്റ്സ് ഒന്നും എഴുതണ്ട, നിങ്ങൾക്ക് പറ്റുന്നത് എഴുതാം കേട്ടോ. ഓക്കെ, അതാണ് എന്ത് പറയുന്നത്, ഡിസിപ്ലിൻ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് 4ാമത്തെ പോയിന്റ്, യൂണിറ്റി ഓഫ് കമാൻഡ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡർ ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. ഫയോൾ തോട്ട് ദാറ്റ് ഡ്യുവൽ കമാൻഡ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇൻ ദി ഓർഗനൈസേഷൻ. അതായത് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ, അതായത് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരു സുപ്പീരിയർ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ഒരു ഹെഡ് മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, ഒരുപാട് ഹെഡുകൾ ഉണ്ടായിരിക്കും. ഒരുപാട് ഹെഡ് എന്ന് പറയുമ്പോൾ ഒരുപാട് പേരുടെ അണ്ടറിൽ ഒരുപാട് പേര്, അതായത് എന്നെ കൺട്രോൾ ചെയ്യുന്നത് ഒരാൾ, വേറൊരാളെ കൺട്രോൾ ചെയ്യുന്നത് വേറൊരാൾ, അങ്ങനെ ഒരുപാട് ഹെഡുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, അതായത് സുപ്പീരിയേഴ്സ്, എനിക്കൊരു സുപ്പീരിയർ ഉണ്ടായിരിക്കും, വേറൊരാൾക്ക് വേറൊരു സുപ്പീരിയർ, അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് ഒരുപാട് സുപ്പീരിയർമാരുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ആസ് എ വർക്കർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ഓർഡർ കിട്ടാൻ പാടുള്ളൂ. അതായത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട ഓർഡർ ഒരാളുടെ കയ്യിൽ നിന്ന് മാത്രമായിരിക്കണം, അയാൾ പറയുന്നത് മാത്രമേ ഞാൻ കേൾക്കാൻ പാടുള്ളൂ. അതല്ല രണ്ട് സുപ്പീരിയേഴ്സ് പറയുന്നത് കേട്ടാൽ അവിടെ തർക്കങ്ങൾ ഉണ്ടാകും. അതാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു സുപ്പീരിയർ മാത്രമേ ഓർഡർ കൊടുക്കാൻ പാടുള്ളൂ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് ഓർഡേഴ്സ് ഫ്രം വൺ സുപ്പീരിയർ ഓൺലി. എനിക്ക് ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ എന്തുണ്ടാകാൻ പാടുള്ളൂ, ഓർഡർ കിട്ടാൻ പാടുള്ളൂ. അതല്ല രണ്ട് സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഈ രണ്ട് സുപ്പീരിയറുടെയും സജഷൻസ് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കും. ഇയാൾക്ക് പറയുന്നതായിരിക്കില്ല ഇയാൾക്ക് പറയാനുള്ളത്. ഓക്കെ, രണ്ടുപേരുടെയും വ്യത്യസ്ത ടേസ്റ്റ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ എനിക്ക് എടുക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആകും. എനിക്ക് മേ ബി അത് ഡിപ്രഷൻ, സ്ട്രെസ്, അങ്ങനെ പല കേസിലോട്ട് അത് പോയേക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് മാത്രമേ ആസ് എ വർക്കർ എന്ന നിലയ്ക്ക് എനിക്ക് എന്ത് കിട്ടാൻ പാടുള്ളൂ, ഓർഡർ കിട്ടാൻ പാടുള്ളൂ. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ആൻ എംപ്ലോയി ഷുഡ് റിസീവ് orders from one superior only. Fayol thought that dual command is the main source of conflict in the organization. അതായത് രണ്ട് കമാൻഡ് അവിടെ കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്. ഇഫ് എ സബോർഡിനേറ്റ് റിസീവ് ഓർഡേഴ്സ് ഓർ ഇൻസ്ട്രക്ഷൻ ഫ്രം മോർ ദാൻ വൺ സുപ്പീരിയർ, he will be confused as whose order he should accept. അതാണ് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് രണ്ട് സുപ്പീരിയറുടെ കയ്യിൽ നിന്ന് ഓർഡർ കിട്ടുകയാണെങ്കിൽ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി പോകും. ഏതാണ് ഞാൻ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, ഏതാണ് ഞാൻ റിജക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, പിന്നെ യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ഓൾവേസ് എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിംഗ് ദ സെയിം ഒബ്ജക്റ്റീവ്. ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് വർക്ക് ടുഗദർ ടു അക്കംപ്ലിഷ് common goals. This principle ensure coordinate action in the organization. Unity of direction എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഓർഗനൈസേഷനാണ്, അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും, ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. ഓക്കെ,
അപ്പോൾ ഈ എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ആളുകളും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എന്തിനു വേണ്ടിയിട്ടായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുക എന്നുള്ള ഒരേ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കണം അവിടെ എന്ത് ചെയ്യേണ്ടത്? വർക്ക് ചെയ്യേണ്ടത്. എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്സ്. അതായത് ഇവർക്ക് മേ ബി പല പ്ലാനുകളിലായിരിക്കാം, പല കാര്യങ്ങൾ, പല ആക്ടിവിറ്റീസ് ആയിരിക്കാം ചെയ്യുന്നത്. എന്നിരുന്നാലും ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ ഒരു സെയിം ഒബ്ജക്റ്റീവ്സ്. അതായത് ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്, ബി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്, സി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഈ 3 ഡിപ്പാർട്ട്മെൻറ്റ് പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഇവരുടെ 3 പേരുടെയും ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ത് ചെയ്യുക? അച്ചീവ് ചെയ്യുക. ഓക്കെ, അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ ദർ ഷുഡ് ബി ഓൾവേസ് എക്സിസ്റ്റ് വൺ ഹെഡ് ആൻഡ് വൺ പ്ലാൻ ഫോർ എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ഹാവിങ് ദ സെയിം ഒബ്ജക്റ്റീവ്. ദ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഷുഡ് വർക്ക് ടുഗദർ. അവർ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യണം? ഒരുമിച്ച് വർക്ക് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? അക്കംപ്ലിഷ് കോമൺ ഗോൾസ്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഒരു കോമൺ ഗോളായിരിക്കും ഉണ്ടായിരിക്കുക. കോമൺ ഗോൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേ ഗോള്. ഓക്കെ, അത് അക്കംപ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ മെമ്പേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുക? വർക്ക് ചെയ്യണം. അതാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് പറയുന്നതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്. അതായത് ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്, ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഈ ആളുകൾക്കെല്ലാവർക്കും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, പക്ഷേ നമ്മളൊരു ഓർഗനൈസേഷൻ്റെ കേസിൽ വരുമ്പോൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആരുടെ ഒബ്ജക്റ്റീവ്സിനാണ്? ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനാണ് നമ്മൾ അവിടെ എന്ത് കൊടുക്കേണ്ടത്? ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, പല ആളുകൾക്കും പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. മേ ബി എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കുക കുറേ സാലറി കിട്ടാനായിരിക്കും, അല്ലെങ്കിൽ കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കുറേ ആളുകളുണ്ടായിരിക്കും. ഇൻട്രസ്റ്റ് മാറി മാറി വരും. ഓക്കെ, എത്ര തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാണ്? ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ദർ ഷുഡ് നോട്ട് ബി കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഓഫ് ദി ബിസിനസ് മാൻ ആൻഡ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ്. അവിടെ ബിസിനസ് മാൻ്റെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റും തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല? ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ പാടില്ല. വെൻ ദർ ഈസ് എ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദസ് ടു, ദി ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ ഷുഡ് ബി പ്രിവെയിൽ ആൻഡ് ദ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഇഗ്നോർഡ് ആർ സാക്രിഫൈസ്ഡ്. അഥവാ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റ് അവിടെ എന്ത് പ്രിവെയിൽ ചെയ്യും, അതുപോലെ തന്നെ പേഴ്സണൽ ഇൻട്രസ്റ്റ് ഷുഡ് ബി ഇഗ്നോർഡും, അതുപോലെ തന്നെ അത് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന പറയുന്നത്. ഓക്കെ, അതാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൻ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റിനാണെന്ന് എഴുതുക. ഓക്കെ, ബാക്കിയുള്ളത് നിങ്ങൾക്ക് മേ ബി എഴുതാൻ പറ്റണമെന്നില്ല. നെക്സ്റ്റ് പറയുന്നതാണ് റെമ്യൂണറേഷൻ. 7ാമത്തെ പോയിന്റ് ആണ് കേട്ടോ. റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ റെമ്യൂണറേഷൻ ഈസ് ദി പ്രൈസ് ഫോർ ദി സർവീസ് റെൻറ്റഡ് ബൈ ദി എംപ്ലോയീസ്. റെമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ ദി എംപ്ലോയീസ്. അതായത് റെമ്യൂണറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എംപ്ലോയീസിന് കൊടുക്കുന്ന, അവർ ചെയ്യുന്ന സർവീസിന് നമ്മൾ കൊടുക്കുന്ന പ്രതിഫലം, അതാണല്ലോ എന്ത് പറയുന്നത്? ഈ റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ആ ഒരു റെമ്യൂണറേഷൻ എന്തായിരിക്കണം? ഫെയർ ആയിരിക്കണം, അതുപോലെ തന്നെ എംപ്ലോയീസ് സാറ്റിസ്ഫൈയും ആയിരിക്കണം. റെമ്യൂണറേഷൻ ഷുഡ് ബി ഫെയർ ആൻഡ് ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫൈ ദി എംപ്ലോയീസ്. ഓക്കെ, A good scheme of remuneration includes adequate financial and non-financial incentives, and this will affect as motivating factor to get a good performance from employees. അതായത് അവിടെ ഒരു ഗുഡ് റെമ്യൂണറേഷൻ സ്കീം ഉണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ അവർ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യും? പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്ന പറയുന്നത്. അതാണ് റെമ്യൂണറേഷൻ്റെ കേസിൽ കേട്ടോ. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ. If all the decision-making powers are vested with the top-level management, there is said to be centralization. ഇത് മേ ബി 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. വാട്ട് ഈസ് സെൻട്രലൈസേഷൻ എന്ന് ചോദിച്ചിട്ട്. ഓക്കെ, സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് പവർ, അതായത് എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതിനുള്ള പവർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മാത്രമാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുക? സെൻട്രലൈസേഷൻ എന്ന് പറയും. അതായത് ഒരു വലിയൊരു ഓർഗനൈസേഷനാണ്, ആ ഓർഗനൈസേഷൻ്റെ എന്ത് തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള പവറും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണുള്ളത്. ഓക്കെ, ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടവർ ചെക്കൗട്ട് ചെയ്ത് കാണുക. ടോപ്പ് പ്ലേ ലിസ്റ്റ് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ
ആ ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതല്ല ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുകയാണെങ്കിലോ, ഓൺ അതർ ഹാൻഡ് ഇഫ് സച്ച് പവേഴ്സ് ആർ ഓൾസോ ഗിവൻ ടു ദ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ദർ ഈസ് സെറ്റ് ടു ബി എ ഡിസെൻട്രലൈസേഷൻ. അത് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനും കൂടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് എല്ലാ ഡിസിഷൻസ് എടുക്കുന്നതിന് ഡിസിഷൻ മേക്കിംഗ് പവേഴ്സ് ആർ വെസ്റ്റഡ് വിത്ത് ദ ഹാൻഡ്സ് ഓഫ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, അതാണ് എന്ത്, സെൻട്രലൈസേഷൻ. അതല്ല ഇൻ അതർ ഹാൻഡ് ഇഫ് സച്ച് പവേഴ്സ് ആർ ഓൾസോ ഗിവൻ ടു ദ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഡിസെൻട്രലൈസേഷൻ. ഓക്കെ, ഈ സെൻട്രലൈസേഷൻ്റെ കേസിൽ നമ്മൾ ചെറിയ ചെറിയ ഓർഗനൈസേഷനൊക്കെ ആണെങ്കിൽ സെൻട്രലൈസേഷൻ ഒക്കെയാണ്. ഓക്കെ, അതല്ല ഡിസെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓഫ് കോഴ്സ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് അത് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനത്തെ കേസിൽ ഡിസെൻട്രലൈസേഷൻ ഒക്കെയാണ് കേട്ടോ. എന്താ ഈ on the other, Fayol says that organization should strive to decentralization is highly suitable for large organization, have a large number of managing personnel, but in small organization greater centralization is possible. സെൻട്രലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചെറിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ സെൻട്രലൈസേഷൻ ഒക്കെയാണ്. അതല്ല ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ അവിടെ ഡിസെൻട്രലൈസേഷൻ ആണ് സ്യൂട്ടബിൾ. ഓക്കെ, അതാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ 8th പോയിന്റ്. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് സ്കാലർ ചെയിൻ 9th. ഓക്കെ, അതിൽ സ്കാലർ ചെയിൻ ഈസ് ഓൾസോ ഫങ്ഷൻ ലൈക്ക് എ കമ്മ്യൂണിക്കേഷൻ പാത്ത് ബിക്കോസ് ഓൾ കമ്മ്യൂണിക്കേഷൻ ആർ റിക്വയർഡ് ടു ഫ്ലോ എലോങ് ദിസ് ലൈൻ ഫ്രോം ദ സുപ്പീരിയേഴ്സ് ടു സബോർഡിനേറ്റ്. സ്കാലർ ചെയിൻ എന്ന് പറയുമ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയിനാണ് അവിടെ പറയുന്നത്. അതായത് സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ആ ഇൻഫോർമേഷൻസ് ഉണ്ടല്ലോ, ആ ഇൻഫോർമേഷൻസ് സബോർഡിനേറ്റിൻ്റെ കയ്യിലോട്ട് പോകാമെന്നുള്ള ഒരു എന്താ പറയുക, കുറച്ചും കൂടെ സ്മൂത്തായിട്ടുള്ളൊരു ലൈൻ, അതാണ് സ്കാലർ ചെയിൻ ഓൾസോ ഫങ്ഷൻ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ പാത്ത്. അത് കമ്മ്യൂണിക്കേഷൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനുള്ളൊരു പാത്തായിട്ടാണ് ഈ ഒരു സ്കാലർ ചെയിൻ എന്ത് ചെയ്യുന്നത്, സ്കാലർ ചെയിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്, ഫങ്ഷനായിട്ട് പറയുന്നത്. ബിക്കോസ് ഓൾ കമ്മ്യൂണിക്കേഷൻസ് ആർ റിക്വയർഡ് ടു ഫ്ലോ എലോങ് ദിസ് ലൈൻ ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഓർഡർ. This principle says that there should be material and social order in an organization. Arrangement of things is called material order. There should be a place for everything and everything is its place. Okay, നെക്സ്റ്റ് പറയുന്നതാണ് ഇക്വിറ്റി. എനിക്കറിയാത്തത് ഞാൻ അങ്ങ് നീട്ടി വലിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് അത് കൊളാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. നെക്സ്റ്റ് പറയുന്നതാണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി റിസൾട്ട് ഫ്രം കൈൻഡ്നെസ് ആൻഡ് ജസ്റ്റിസ്. ഇറ്റ് ഈസ് നെസസറി ടു ട്രീറ്റ് എംപ്ലോയീസ് വിത്ത് കൈൻഡ്നെസ് സോ ആസ് ടു മേക്ക് ലോയാലിറ്റി ആൻഡ് അറ്റാച്ച്മെൻറ്റ് എമംഗ് ദം ടുവാർഡ്സ് ദി ഓർഗനൈസേഷൻ. എവറിബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ എസ്പെഷ്യലി വെൻ ദർ ആർ ഒക്യുപ്പൈങ് സിമിലർ പൊസിഷൻ. ആ എവറിബഡി മുതൽ നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലെ എല്ലാ എംപ്ലോയീസിനെയും നമ്മൾ ഈക്വലായിട്ട് എന്ത് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. അവിടെ എന്ത് പാടില്ല, ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല. പ്രത്യേകിച്ച് ഒരേ തൊഴിൽ തന്നെയാണ് അതായത് ഒരു 10 പേരുണ്ട്, ഈ 10 പേരും ചെയ്യുന്നത് ഒരേ ജോലിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 10 പേരെയും നമ്മൾ ഒരുപോലെ ട്രീറ്റ് ചെയ്യണം. അതായത് ഇവർക്ക് കൊടുക്കുന്ന ടാസ്ക് ആയാലും ഇവർക്ക് കൊടുക്കുന്ന റിമ്യൂണറേഷൻ ആയാലും ഇവർക്ക് കൊടുക്കുന്ന എന്താണെങ്കിലും അത് എല്ലാവർക്കും ഈക്വൽ ആയിരിക്കണം. അല്ലാണ്ട് ഒരാൾക്ക് കൂടുതൽ ഒരാൾക്ക് കുറവ്, അങ്ങനെ ആൺപെൺ വ്യത്യാസം അല്ലെങ്കിൽ ജാതി മത വേദ അങ്ങനെയൊന്നും പാടില്ല. ഓക്കെ, അതാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. എവറിബഡി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഈക്വൽ എസ്പെഷ്യലി വെൻ ദേ ആർ ഒക്യുപ്പൈങ് സിമിലർ പൊസിഷൻസ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നതാണ് സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഓർ പേഴ്സൺ. സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ ഈസ് ഹൈലി എസെൻഷ്യൽ ടു ഗെറ്റ് എ മാക്സിമം കോൺട്രിബ്യൂഷൻ ഫ്രം വർക്കേഴ്സ്. ഇൻസ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ കൺസ്റ്റിറ്റ്യൂട്ട്സ് ദ കോസ് ആൻഡ് എഫക്റ്റ് ഓഫ് ബാഡ് മാനേജ്മെൻറ്റ്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ഇനിഷ്യേറ്റീവ്. Employees should be given adequate freedom to think and execute their ideas. This will definitely increase their efficiency and finally to achieve the organizational goals with a minimum effort. അതായത് ഇനിഷ്യേറ്റീവ് എന്ന് പറയുമ്പോൾ എല്ലാ എംപ്ലോയീസിനും അവർക്ക് മതിയായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം. അല്ലാണ്ട് വർക്ക് ചെയ്യ് അങ്ങനെ അവരെപ്പോഴും ഇങ്ങനെ പ്രഷർ ചെയ്യരുത്. അവർക്ക് മതിയായിട്ടുള്ള ഫ്രീഡം കൊടുക്കണം. അതുപോലെ തന്നെ അവരുടെ ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കണം. അവർക്ക് ചിന്തിക്കാൻ, അതായത് ഒരു ജോലി കുറച്ചും കൂടെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് അവർക്ക് പറയാൻ അതിനുള്ള അവസരങ്ങൾ കൊടുക്കണം എന്നാണ് പറയുന്നത്. എംപ്ലോയി ഷുഡ് ബി ഗിവൻ അഡ്യൂക്കേറ്റ് ഫ്രീഡം ടു തിങ്ക് ആൻഡ് എക്സിക്യൂട്ട് ദെയർ ഐഡിയാസ്.
ഓക്കെ, അവർക്ക് ID ഷെയർ ചെയ്യാനൊക്കെയുള്ള ഒരു ചാൻസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദിസ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദർ എഫിഷ്യൻസി ആൻഡ് ഫൈനലി ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ വിത്ത് മിനിമം എഫേർട്ട്. അപ്പോൾ അങ്ങനെ അവർക്ക് മാക്സിമം ഫ്രീഡം കൊടുത്ത് ആണ് അവർ വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഒരു ഓർഗനൈസേഷൻ്റെ ഗോള് മിനിമം എഫേർട്ടിൽ എന്ത് ചെയ്യാൻ കഴിയും, അച്ചീവ് ചെയ്യാൻ കഴിയുമെന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 13 പോയിന്റ്. നെക്സ്റ്റ് പറയുന്നത് 14ാമത്തെ പോയിൻ്റാണ് എസ്പിരിറ്റ് ഡീക്രോപ്സ്. അതായത് എസ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഈ സ്ട്രെങ്ത്. അതായത് ഇതിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ ഒരു കോപ്പറേഷൻ വേണം, അതുപോലെ തന്നെ കോർഡിനേഷൻ വേണം എംപ്ലോയീസിൻ്റെ ഇടയിൽ. അതാണ് ഈ എസ്പിരിറ്റ് ഡീക്രോപ്സ് എന്ന് പറയുന്നത്. ദിസ് പ്രിൻസിപ്പിൾ ഈസ് ബേസ്ഡ് ഓൺ ഓൾഡ് സെയിങ് യൂണിയൻ ഈസ് സ്ട്രെങ്ത്. The entire organization should be treated as one unit. There is no provision for disintegration. The success and efficiency of an organization depends on team spirit. അതായത് അത് മുതൽ പഠിച്ചാൽ മതി കേട്ടോ. ദ സക്സസ് ആൻഡ് എഫിഷ്യൻസി ഓഫ് ആൻ അതായത് ഒരു ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി ആണെങ്കിലും സക്സസ് ആണെങ്കിലും എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും, ടീം സ്പിരിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഓക്കെ, അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ആണെങ്കിൽ ആ ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിൻ്റെ ഒരു കോർഡിനേഷനും കോപ്പറേഷനും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ടിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതെല്ലാം അവർ പലരും പല വഴിക്കാണ് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഒരു ഓർഗനൈസേഷന് സക്സസ് ആവാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇഫ് ദർ ഈസ് എനി മിസ്അണ്ടർസ്റ്റാൻഡിങ് കോസ്ഡ് ത്രൂ പ്യുവർ കമ്മ്യൂണിക്കേഷൻ ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് ടേക്ക് ടൈംലി ആക്ഷൻ ടു അവോയ്ഡ് ഇറ്റ്. അതായത് ഈ ടീം സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ആവശ്യമുള്ള കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്, അതുപോലെ തന്നെ ലീഡർഷിപ്പ്, മോട്ടിവേഷൻ, അങ്ങനെ പല തരത്തിലുള്ളതുണ്ട്. ഓക്കെ, അതൊക്കെ ആവശ്യമാണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടായിരിക്കുള്ളൂ, ടീം സ്പിരിറ്റ് ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, ഷുഡ് ടേക്ക് ടൈംലി ആക്ഷൻ ടു അവോയ്ഡ് ഇറ്റ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അപ്പം തന്നെ എന്തെങ്കിലും ടേക്ക് ആക്ഷൻസ് എടുക്കണം. മാനേജ്മെൻറ്റ് മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ഡെവലപ്പ് എ സെൻസ് ഓഫ് ബിലോങ്ങിങ് എമംഗ്സ്റ്റ് the employees. If there is a team spirit, everybody cooperates and work hard for achieving organizational goals. ഓക്കെ, ഇത്രയാണ് ഫയോളിൻ്റെ 40 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റത്തേന്ന് ഡിവിഷൻ ഓഫ് വർക്ക്, പിന്നെ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, പിന്നെ ഡിസിപ്ലിൻ, പിന്നെ യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ്, ഗ്രൂപ്പ് ഇൻട്രസ്റ്റ്, റെമ്യൂണറേഷൻ, സെൻട്രലൈസേഷൻ ആൻഡ് ഡിസെൻട്രലൈസേഷൻ, പിന്നെ സ്കാലർ ചെയിൻ, ഓർഡർ, ഇക്വിറ്റി, സ്റ്റെബിലിറ്റി ഓഫ് ടെന്യൂർ, ദ പേഴ്സണൽ ഇനിഷ്യേറ്റീവ് ആൻഡ് എസ്പിരിറ്റ് ഡീക്രോപ്സ്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ആ ഒരു 14 പ്രിൻസിപ്പിൾസ് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആ ഒരു ആ പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിൻ്റ് പഠിക്കുക. അതിൻ്റെ ഉള്ളിലുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടേതായ ലാംഗ്വേജിൽ എന്താണോ മനസ്സിലായത് അത് എഴുതി വയ്ക്കുക. ഓക്കെ, വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വല്ല ടോപ്പിക്കും ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.